أعوذ بالله من الشيطان الرجيم إنما كان قول المؤمنين إذا دعوا إلى الله ورسوله ليحكم بينهم أن يقولوا سمعنا وأطعنا وأولئك هم المفلحون ومن يطع الله ورسوله ويخشى الله ويتقه فأولئك هم الفائزون صدق الله العظيم. ബഹുമാന്യരായ സഹോദരന്മാരെ സഹോദരിമാരെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അല്ലാഹുവിന്റെ കൽപ്പനകളും റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിത മാതൃകകളും നമ്മുടെ ജീവിതത്തിന്റെ രഹസ്യവും പരസ്യവുമായ എല്ലാ സന്ദർഭങ്ങളിലും, ആരാധനാപരവും കുടുംബപരവും സാമൂഹികവും രാഷ്ട്രീയവും സാംസ്കാരികവുമായ എല്ലാ മണ്ഡലങ്ങളിലും കഴിവിന്റെ പരമാവധി സൂക്ഷിക്കുവാനും പാലിക്കുവാനും നാം ഓരോരുത്തരെയും പ്രത്യേകമായി ഉണർത്തുകയാണ്, ഉപദേശിക്കുകയാണ്, വസിയത്ത് ചെയ്യുകയാണ്. അള്ളാഹു അവൻ ഏറ്റവും ഇഷ്ടപ്പെട്ടവരിൽ നമ്മെ ഉൾപ്പെടുത്തുമാറാവട്ടെ. അള്ളാഹുവിന്റെ സ്വർഗത്തിൽ ഒരുമിച്ചു ചേർന്നവരായി നമ്മുടെ ഈ ഈദ്ഗാഹിലെ സദസ്സിലുള്ളവരെയെല്ലാം അള്ളാഹു അവന്റെ സ്വർഗത്തിലേക്ക് സ്വീകരിക്കുമാറാവട്ടെ. അള്ളാഹുവെ, ഞങ്ങളുടെ ആരാധനാ കർമ്മങ്ങൾ, വിശുദ്ധ റമദാനിലെ വർദ്ധിച്ച ഇബാദത്തുകൾ, ഞങ്ങളുടെ ത്യാഗ പരിശ്രമങ്ങൾ നാഥാനി ഞങ്ങളിൽ നിന്ന് സ്വീകരിക്കണേ തമ്പുരാനെ. റയ്യാൻ എന്ന കവാടത്തിലൂടെ സ്വർഗത്തിലേക്ക് പ്രവേശിക്കുന്നവരായി നിന്റെ മാലാഖമാർ ഇന്ന് കർമ്മങ്ങളുമായി നിന്നിലേക്ക് എത്തുമ്പോൾ ഞങ്ങളുടെ പേരും നീ അവരിൽ എഴുതി ചേർക്കണേ നാഥ. ഞങ്ങളിൽ പ്രയാസപ്പെടുന്നവർക്ക് ആശ്വാസവും, സമര പോരാട്ട മുഖങ്ങളിലുള്ളവർക്ക് വിജയവും സ്ഥൈര്യവും നീ പ്രദാനം ചെയ്യണേ നാഥ. എട്ടാം നൂറ്റാണ്ടിലെ സ്പെയിൻ, പിൽക്കാലത്ത് അന്തലുസ് എന്നറിയപ്പെട്ട രാജ്യം, വിസിഗോത്ത് വംശജനായ അവസാനത്തെ രാജാവ് റോഡ്രിക്കാണ് ആ സമയത്ത് രാജ്യം ഭരിക്കുന്നത്. അദ്ദേഹത്തിന്റെ ഭരണം ജനങ്ങൾക്കൊട്ടും ഇഷ്ടമുണ്ടായിരുന്നില്ല. കാരണം അദ്ദേഹം അധികാരം തട്ടിയെടുത്തതാണ്, അഴിമതി നിറഞ്ഞതാണ്, അക്രമം നിറഞ്ഞതാണ്. രാജ്യത്ത് വലിയ ആഭ്യന്തര കലാപങ്ങൾ നടക്കുന്നു. ഉയർന്ന നികുതി ഭാരവും ജനദ്രോഹവും സാധാരണക്കാരോടുള്ള പെരുമാറ്റവുമൊക്കെ വലിയ പ്രക്ഷോഭങ്ങൾക്ക് രാജ്യത്ത് തിരികൊളുത്തിയ ഒരു സന്ദർഭം. ആ സമയത്താണ് സ്പെയിനിന്റെ തെക്കേ അറ്റത്തുള്ള സെറ്റ എന്ന് പറയുന്ന ഒരു പ്രവിശ്യ, അവിടുത്തെ ഭരണാധികാരിയായിരുന്ന ജൂലിയൻ തന്റെ മകളെ വിദ്യാഭ്യാസത്തിന് വേണ്ടി തലസ്ഥാനത്തേക്ക് അയക്കുന്നത്. അവിടെ വെച്ച് റോഡ്രിക് രാജാവിനാൽ ഈ പെൺകുട്ടി അപമാനിതയാവുക കൂടി ചെയ്യുന്നു. അതോടുകൂടി ജൂലിയൻ രാജാവ് നിലനിൽക്കുന്ന ആ ജനകീയ പ്രക്ഷോഭത്തെ ഒന്നുകൂടി ശക്തിപ്പെടുത്താൻ തീരുമാനിച്ചു. അദ്ദേഹത്തിന് അറിയാമായിരുന്നു, ഞാനൊരു പ്രവിശ്യയിലെ ഗവർണർ മാത്രമാണ്, ഒരു സംസ്ഥാനത്തിന്റെ ഗവർണർ മാത്രമാണ്. അതിന്റെ സർവാധികാരിയായ റോഡ്രിക്കിനെ കീഴ്പ്പെടുത്താൻ എനിക്ക് കഴിയില്ല എന്ന്. അങ്ങനെയാണ് അന്ന് വടക്കേ ആഫ്രിക്ക ഭരിക്കുന്ന ഉമവി ഭരണാധികാരി മൂസ ബിൻ നുസൈറിനോട് ജൂലിയൻ സഹായം അർത്ഥിക്കുന്നത്. മൂസ ബിൻ നുസൈർ തന്റെ പ്രഗത്ഭനായ സൈന്യാധിപൻ താരിഖ് ബിൻ സിയാദിനെ സ്പെയിനിലേക്ക് അയച്ചു. ജൂലിയൻ അവർക്ക് വേണ്ട എല്ലാ സഹായങ്ങളും കൊടുത്തു. വലിയ കപ്പൽ പടയുമായി താരിഖ് ബിൻ സിയാദ് സ്പെയിനിലേക്ക് പ്രവേശിച്ചു. അന്തലുസിന്റെ മണ്ണിൽ കപ്പലിറങ്ങി. മുന്നിലേക്ക് നോക്കുമ്പോൾ 1,00,000-ലേറെ വരുന്ന വലിയ ഒരു സൈന്യമാണ് റോഡ്രിക്കിന്റേത്. ആ സൈന്യത്തെ നേരിടാൻ തന്റെ ആൾബലത്തിന് കഴിയില്ല. തന്റെ കൂടെയുള്ളത് 10,000-ഓ 12,000-ഓ മാത്രം വരുന്ന സൈന്യമാണ്. അദ്ദേഹം പുറകോട്ട് നോക്കി, കടലുണ്ട്. ആ കടലിൽ നങ്കൂരമിട്ട് നിൽക്കുന്ന തന്റെ കപ്പലുകളുണ്ട്. ആ യുക്തിമാനായ ദീർഘവീക്ഷണക്കാരനായ താരിഖ് ബിൻ സിയാദ് തന്റെ കപ്പലുകൾക്ക് തീക്കൊളുത്തി. തന്റെ 12,000 വരുന്ന സൈന്യം സ്പെയിനിലേക്ക് കടന്നു വരാൻ ഉപയോഗിച്ച എല്ലാ കപ്പലുകളും
അദ്ദേഹം കത്തിച്ചു കളഞ്ഞു. കപ്പലുകൾ കത്തിയെരിയുമ്പോൾ നെടുവീർപ്പോടെ അത് നോക്കി നിൽക്കുന്ന, ഞങ്ങളുടെ നേതാവ് എന്താണ് ചെയ്യാൻ പോകുന്നത് എന്നറിയാതെ അന്തം വിട്ടു നിൽക്കുന്ന തന്റെ അനുയായികളെ നോക്കി ചരിത്രത്തിലെ ഏറ്റവും വിഖ്യാതമായ ഒരു പ്രഭാഷണം നടത്തി താരിഖ് ഇബ്നു സിയാദ്. ആ പ്രഭാഷണത്തിൽ അദ്ദേഹം ചോദിച്ചു, സൈനികരെ, നിങ്ങൾ ഇനി എങ്ങോട്ടാണ് ഓടിപ്പോവുക? യാ അയ്യുഹന്നാസ് ഐനൽ മഫർ അൽ ബഹ്റു മിൻ വറായിക്കും വൽ അദു അമാമക്കും വലൈസ ലക്കും വല്ലാഹി ഇല്ല സിദ്ഖു വസ്സബ്ർ. വളരെ ചരിത്ര പ്രസിദ്ധമായ പ്രസംഗമാണിത്. സൈനികരെ, ഇനി നിങ്ങൾ എങ്ങോട്ടാണ് ഓടിപ്പോവുക? നിങ്ങളുടെ പിന്നിലിതാ സമുദ്രമാണ്, നിങ്ങളുടെ മുന്നിലിതാ ശത്രുക്കളാണ്. അല്ലാഹുവാണ് സത്യം, ക്ഷമയും പോരാട്ട വീര്യവുമല്ലാതെ ഇനി നിങ്ങളുടെ മുമ്പിലൊന്നുമില്ല. വലൈസ ലക്കും വല്ലാഹി ഇല്ല സിദ്ഖു വസ്സബ്ർ. നിങ്ങൾ ഏതൊരു ആദർശവാക്യത്തെയാണോ അംഗീകരിച്ചു പ്രഖ്യാപിച്ചിട്ടുള്ളത്, ആ ആദർശവാക്യത്തോട് ജീവിതം കൊണ്ട്, കർമ്മം കൊണ്ട് നിങ്ങൾ സത്യസാക്ഷ്യം വരിക്കണം, കർമ്മസാക്ഷ്യം വരിക്കണം. സത്യസാക്ഷ്യം വരിക്കണം. 2, സ്വബർ. പോരാട്ട ഭൂമിയിൽ ഏറ്റവും അധികം ആവശ്യമായി വരുന്നത് സ്വബറാണ്. വസ്സബർ, ഇത് രണ്ടും നിങ്ങൾക്കുണ്ടാകണം. വഅലമു അന്നകും ഫീ ഹാദിഹിൽ ജസീറ അൽയൗമ മിനൽ ഐതാമി ഫീ മഅ്ദുബത്തിൽ ലിആം. അറിഞ്ഞുകൊള്ളുക, നിങ്ങൾ ഈ ദ്വീപിൽ ഇപ്പോൾ എത്തിപ്പെട്ടിരിക്കുന്നു. ദുഷ്ടന്മാരുടെ വിരുന്നിനിടയിൽ അകപ്പെട്ടുപോയ അനാഥരെക്കാൾ നിസ്സഹായരാണ് നിങ്ങൾ. ദുഷ്ടന്മാരുടെ വിരുന്നിൽ അകപ്പെട്ടുപോയ അനാഥരെക്കാൾ നിസ്സഹായരാണ് നിങ്ങൾ. എഫ്കീന്റെ ദ്വീപിൽ അകപ്പെട്ടുപോയ 10ഉം 12ഉം വയസ്സുള്ള പെൺകുഞ്ഞുങ്ങളെക്കാൾ നിസ്സഹായരാണ് നിങ്ങൾ. വഅലമു അന്നകും ഫീ ഹാദിഹിൽ ജസീറ അൽയൗമ മിനൽ ഐതാമി ഫീ മഅ്ദുബത്തിൽ ലിആം വഅലമു അന്നകും മിൻ സബർതും അലൽ അശഖ് ഖലീല വഅലമു അന്നകും മിൻ സബർതും അലൽ അശഖ് ഖലീല. ഏറ്റവും പ്രയാസകരമായ സാഹചര്യമാണ് വരാൻ പോകുന്നത്. അവിടെ നിങ്ങൾ അല്പം ക്ഷമിച്ചാൽ, ഏറ്റവും സുഖകരവും മനോഹരവുമായ കാര്യങ്ങൾ ദീർഘനാൾ നിങ്ങൾക്ക് ആസ്വദിക്കാൻ കഴിയും. ആ പ്രസംഗത്തിന്റെ തുടക്കം ഇതാണ്. ആ പ്രസംഗം പിന്നെയും നീണ്ടുപോകുന്നുണ്ട്. ഈ പ്രസംഗം കേട്ട് തിരിഞ്ഞു പോകാൻ കപ്പലുകളില്ലാതെ 12,000 വരുന്ന സൈന്യം 1,00,000 പേരുള്ള റോഡ്രിക്കിന്റെ സൈന്യവുമായി ഏറ്റുമുട്ടുന്നു. വാദിയിലക്കയിൽ നടന്ന ആ സംഘട്ടനത്തിൽ റോഡ്രിക്കിന്റെ കൂറ്റൻ സൈന്യത്തെ മുസ്ലിം സമൂഹം പരാജയപ്പെടുന്നു. ഈ വിജയമാണ് യഥാർത്ഥത്തിൽ സ്പെയിനിൽ 7ഓ 8ഓ നൂറ്റാണ്ടുകൾ നിലനിൽക്കുന്ന ഉജ്ജ്വലമായ ഒരു സംസ്കാരത്തിന്, അന്തലൂസിയൻ സിവിലൈസേഷന് അടിത്തറ പാകുന്നത്. മുസ്ലിം ഭരണത്തിന് കീഴിൽ വന്നതോടെ സ്പെയിൻ അറിവിൽ, ശാസ്ത്രത്തിൽ, കലയിൽ, സാഹിത്യത്തിൽ ലോകത്തിന്റെ ഏറ്റവും മുമ്പിൽ നിന്നു. അങ്ങനെയാണ് അന്തലൂസിയൻ വസന്തം ലോകത്ത് അനുഭവിക്കാൻ കഴിയുന്നത്. ആ അന്തലൂസിൽ നിന്നാണ് ഇന്ന് കാണുന്ന യൂറോപ്പിന്റെ സകലമാന നവോത്ഥാനവും ഉണ്ടായിട്ടുള്ളത്. ചരിത്രം പഠിക്കുമ്പോൾ യൂറോപ്യൻ റിനൈസൻസ് നിങ്ങൾ പഠിക്കുന്നുണ്ട്, യൂറോപ്പിന്റെ സംസ്കാരം പഠിക്കുന്നുണ്ട്. അതിന് അടിത്തറയിട്ടത് മുസ്ലിം സ്പെയിനാണ്. മുസ്ലിം സ്പെയിനിൽ നിന്നുള്ള വെളിച്ചമാണ്. എന്തായിരുന്നു താരിഖ് ഇബ്നു സിയാദിന്റെ വിജയമന്ത്രം? അതൊന്നായിരുന്നു, അല്ലാഹു അക്ബർ. താരിഖ് ഇബ്നു സിയാദ് വിജയിക്കുന്നതിന് മുമ്പ് പറഞ്ഞത് അല്ലാഹു അക്ബറാണ്. വിജയിച്ചു കഴിഞ്ഞപ്പോൾ പറഞ്ഞതും അല്ലാഹു അക്ബറാണ്. അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ എന്നത് ഒരു വിജയത്തിന്റെ മുദ്രാവാക്യമാണ്. അത് കേവലമായ ഒരു ദിക്റിന്റെ, തസ്ബീഹ് മാലകളിൽ എണ്ണിത്തീർക്കുന്ന ദിക്റിന്റെ പേരല്ല. അത് ലോകത്തെ വിറപ്പിക്കുന്ന ഉജ്ജ്വലമായ ഒരു വിജയത്തിന്റെ മുദ്രാവാക്യമാണ്. ഇതേ വിജയത്തിന്റെ മുദ്രാവാക്യം ചരിത്രത്തിൽ മുമ്പ് മുഴക്കിയിട്ടുണ്ട്. അതെപ്പോഴാണെന്ന് അറിയുമോ? ഇസ്ലാമിലെ ഒന്നാമത്തെ ഈദുൽ ഫിത്തറിന്റെ ആഘോഷം. അതേ ആഘോഷമാണ് നമ്മൾ ഇപ്പോൾ നടത്തുന്നത്. ഒന്നാമത്തെ ആഘോഷം ഒരു വിജയത്തെ തുടർന്നാണ്. മക്കയിൽ നിന്ന് മദീനയിലേക്ക് അട്ടിയോടിക്കപ്പെട്ടവർ, മദീനയിൽ സ്വസ്ഥ ജീവിതം നിഷേധിക്കപ്പെട്ടവർ ബദറിന്റെ രണാങ്കണത്തിൽ ഇതിന് 2ാം വർഷമാണ് നോമ്പ് നിർബന്ധമാക്കപ്പെടുന്നത്. ആ നോമ്പെടുത്തുകൊണ്ട് ബദറിന്റെ രണാങ്കണത്തിൽ പോകുന്നു, അവിടെ വിജയം വരിക്കുന്നു. ആ വിജയത്തെ തുടർന്ന് തിരിച്ചു വന്ന് അവരാഘോഷിച്ച ഈദുൽ ഫിത്തർ, വിജയത്തിന്റെ ആഘോഷം. ആ ഈദിൽ അവർ മുഴക്കിയ അതേ അല്ലാഹു അക്ബർ, ബദറിൽ വിജയിച്ചു വന്ന ഇസ്ലാമിക സമൂഹം അല്ലാഹു അക്ബർ മുഴക്കുമ്പോൾ അതിനെന്തൊക്കെ അർത്ഥമുണ്ടോ അതേ അർത്ഥമുണ്ട് ഈ വയലിൽ ഒരുമിച്ച് ചേർന്ന് നമ്മളും ഈ അല്ലാഹു അക്ബർ മുഴക്കുമ്പോൾ എന്ന ധാരണ നമുക്കുണ്ടോ? ആ ബോധത്തോടെയാണോ ഇന്നലെ മുതൽ അല്ലാഹു അക്ബർ പറയാൻ തുടങ്ങിയത്? ഇത് നമ്മൾ ആലോചിക്കണം.
ഇസ്ലാമിക ചരിത്രത്തിലെ എല്ലാ പെരുന്നാളുകളിലും മുഴങ്ങുന്ന തക്ബീർ. നമ്മൾ ഇന്നലെ മുതൽ ഏറ്റവും അധികം മുഴക്കുന്ന തക്ബീറാണ്. മാസപ്പിറവി കണ്ടു, അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ. ഇന്ന് നമസ്കാരത്തിലേക്ക് വന്നു. നമസ്കാരത്തിൽ 7ഉം 5ഉം തക്ബീറുകൾ. അവിടെ തീർന്നില്ല, അതിനിടയ്ക്ക് സാധാരണ ചൊല്ലുന്ന തക്ബീറുകൾ. എത്ര തവണ ആവർത്തിച്ചു നമ്മൾ ഈ തക്ബീർ? എന്താണ് അതിന്റെ അർത്ഥം? അത് ഉൾക്കൊണ്ടാണോ? അതിനെക്കുറിച്ച് ചിന്തിച്ചാണോ? അതൊരു വികാരമായി, ബോധ്യമായി ഉള്ളിലേക്ക് എടുത്തിട്ടാണോ പറയുന്നത് എന്ന് നമ്മൾ ആലോചിക്കണം. അല്ലാമ ഇഖ്ബാൽ അദ്ദേഹത്തിന്റെ മനോഹരമായ ഒരു ആവിഷ്കാരം താരിഖ് ബിൻ സിയാദിന്റെ ഈ വിജയത്തെ കുറിച്ചുണ്ട്. സഫർ ഹേ കാർസാരെ ജിന്ദഗി മേ ഷർത്തെ സോസ് വസഈ. ഇഖ്ബാൽ പറയുന്നത്, ഫനാ ഹോ ജായേ ജബ് കശ്തി തോ ഹേ അൻജാം മൻസിൽ കാ तेरी तकबीर से है खौफ ज़द बातिल के ईवान, तेरी तकबीर से तू ही सर चश्मा है दीन में दुनिया में नूर है हक व बातिल का. ജീവിതത്തിന്റെ സമരഭൂമിയിൽ സുസ്ഥിരമായ യാത്രയാണ്, പോരാട്ടമാണ്, ആവേശമാണ് വിജയത്തിന്റെ നിദാനം, നിബന്ധന. പിന്നിലേക്കുള്ള കപ്പലുകൾ കത്തിയെറിയുമ്പോൾ ലക്ഷ്യത്തിലേക്കുള്ള വഴികൾ തുറന്നു വരുന്നു. ഇഖ്ബാൽ താരിഖ് ബിൻ സിയാദിന്റെ വിജയത്തെ ആവിഷ്കരിച്ചത് ഇങ്ങനെയാ. എന്നിട്ട് ഇഖ്ബാൽ പറയുന്നു, നിന്റെ തക്ബീർ ധ്വനികൾ, നിന്റെ തക്ബീർ ധ്വനികൾ അസത്യത്തിന്റെ ആൾരൂപങ്ങളെ ഭയപ്പെടുത്തുന്നു. നിന്റെ തക്ബീർ ധ്വനികൾ അസത്യത്തിന്റെ ആൾരൂപങ്ങളെ ഭയപ്പെടുത്തുന്നു. ഈ ലോകത്ത് സത്യത്തിന്റെയും അസത്യത്തിന്റെയും വേർതിരിവ് നിന്നിൽ നിന്നാണ് തെളിഞ്ഞു വരുന്നത്. സത്യത്തിന്റെ അസത്യത്തിന്റെ മാനദണ്ഡം, വേർതിരിവ് അത് നിന്നിൽ നിന്നാണ് വരുന്നത്. ഈ മുദ്രാവാക്യമാണ് നമ്മൾ മുഴക്കുന്നത്. വലിതുകബ്ബിറുല്ലാഹ അലാ മാ ഹദാകും വലഅല്ലകും തശ്കുറൂൻ. എന്തിനാണ് നോമ്പ്? എന്തിനാണ് ഖുർആൻ? വലിതുകബ്ബിറുല്ലാഹ അലാ മാ ഹദാകും. ഈ വലിയ സന്മാർഗത്തിന്റെ വെളിച്ചം കൊണ്ട് ലോകത്തെ പ്രകാശത്തിലേക്ക് നയിക്കാൻ നമുക്ക് വഴിയൊരുക്കിയതിന് ലിതുകബ്ബിറുല്ലാഹ്, അല്ലാഹുവിന്റെ മഹത്വം വാഴ്ത്താനാണ്, നന്ദി കാണിക്കാനാണ്. കദാലിക സഖർനാ ലക്കും, നിങ്ങൾക്ക് ഇതെല്ലാം കീഴ്പ്പെടുത്തി തന്നു. ലിതുകബ്ബിറുല്ലാഹ അലാ മാ ഹദാകും വബശ്ശിരിൽ മുഹ്സിനീൻ ലിതുകബ്ബിറുല്ലാഹ വകബ്ബിറുഹു തക്ബീറാ. തക്ബീർ എന്നത് ഒരു ദിക്റിന്റെ പേരല്ല, അത് അതിനപ്പുറത്തുള്ളതാണ്. അതൊരു വിജയത്തിന്റെ മുദ്രാവാക്യമാണ്. ആ വിജയം വരിച്ചാണ് നമ്മൾ ഇവിടെ എത്തി നിൽക്കുന്നത്. അതിലൊന്ന് 3 വിജയങ്ങളാണ് തക്ബീറിന്റെ പൊരുൾ എന്ന് പറയുന്നത്. അതിലൊന്ന് ഇബ്ലീസിനെ തോൽപ്പിച്ച് അവനവനെ ജയിക്കുന്നതാണ്. ഇബ്ലീസിനെ തോൽപ്പിച്ച് അവനവനെ ജയിക്കുന്നതാണ്. എനിക്ക് എന്നെ തോൽപ്പിക്കാൻ പറ്റുമ്പോഴേ എനിക്ക് ലോകത്തെ തോൽപ്പിക്കാൻ പറ്റൂ. എനിക്ക് എന്റെ വികാരങ്ങളെ ജയിക്കാൻ പറ്റുമ്പോഴേ എനിക്ക് ലോകത്തെ പൈശാചിക വികാരങ്ങളെയും അധികാര കേന്ദ്രങ്ങളെയും ജയിക്കാൻ പറ്റൂ. രണ്ടാമത്തേത് അക്രമികളെ തോൽപ്പിച്ച് ലോകത്തെ ജയിച്ച് ലോകത്ത് സമാധാനം സ്ഥാപിക്കുന്നതിന്റെ പേരാണ്. അതുകൊണ്ടാണ് ഈദ്ഗാഹിലേക്ക് നാം വന്നത്. നോമ്പിന് പള്ളിയായിരുന്നു, ഇത്തികാഫ് പള്ളിയിലായിരുന്നു. അതേ നമ്മളോട് പറഞ്ഞു ഈദ്ഗാഹിലേക്ക് വരണം. അടച്ചിട്ട പള്ളിയിൽ നിന്ന് സമൂഹ മധ്യത്തിലേക്ക് ഇറങ്ങുന്നത്, ലോകമെന്നത്, രാജ്യമെന്നത്, സമൂഹമെന്നത്, സംസ്കാരവും രാഷ്ട്രീയവും എന്നത് നിങ്ങളുടെ പോരാട്ടത്തിന്റെ ഭൂമിയാണ്, നിങ്ങളുടെ പ്രവർത്തനത്തിന്റെ ഭൂമികയാണ്. അവിടെ നിങ്ങൾ പ്രവർത്തിക്കണം. അതിനാണ് നിങ്ങളെ ഇവിടേക്ക് കൊണ്ടുവന്നത്. ഇനി നിങ്ങൾ നാടിന്റെ നാനാഭാഗങ്ങളിലേക്ക് ഒഴുകുക. ഈ നമസ്കാരം കഴിഞ്ഞാൽ പിന്നെ ഒഴുകി പരക്കണം. മൂന്നാമത്തേത്, ഏറ്റവും പ്രധാനപ്പെട്ടത് പരലോകത്തെ വിജയമാണ്. റയ്യാൻ എന്ന കവാടത്തിലൂടെ സ്വർഗത്തിലേക്ക് കടക്കാൻ അവകാശികളായി വന്നു നിൽക്കുന്നവർക്കാണ് തക്ബീർ മുഴക്കി ഈദുൽ ഫിത്ർ ആഘോഷിക്കാൻ കഴിയുന്നത്. ഇതാണ് വിജയം. ഈ വിജയത്തെ കുറിച്ച് പല ആവിഷ്കാരങ്ങൾ ഖുർആനിലുണ്ട്. അതിലേറ്റവും മനോഹരമായിട്ടുള്ള ഒരു ആവിഷ്കാരം സൂറത്തുൻ നൂറിലാണ്. 51-ാമത്തെയും 52-ാമത്തെയും ആയത്തുകൾ. ഇന്നമാ കാന ഖൗലൽ മുഅ്മിനീന ഇദാ ദുഊ ഇലല്ലാഹി വറസൂലിഹി, സത്യവിശ്വാസികളെ അല്ലാഹുവിലേക്കും പ്രവാചകനിലേക്കും ക്ഷണിച്ചാൽ യഹ്കുമ ബൈനഹും, അവർക്കിടയിൽ വിധി തീർപ്പ് കൽപ്പിക്കാൻ, അയ്യഖൂലു സമീഅനാ വഅതഅനാ, അല്ലാഹുവേ പ്രവാചകരെ ഞങ്ങൾ ഇതാ കേട്ടിരിക്കുന്നു, അപ്പടി ഞങ്ങൾ അനുസരിച്ചിരിക്കുന്നു. വഉലൈക ഹുമുൽ മുഫ്ലിഹൂൻ, അവർക്കാണ് വിജയം, അവരാണ് വിജയിക്കുന്നവർ. 51-ാമത്തെ ആയത്ത്. അങ്ങനെ അല്ലാഹുവിനെയും പ്രവാചകനെയും ആരനുസരിച്ചുവോ, അല്ലാഹുവിനെ ഭയപ്പെട്ടു, അല്ലാഹുവിനെ സൂക്ഷിച്ചുവോ, അവരാണ് വിജയികൾ.
ഒരുപാട് വിശദീകരിക്കേണ്ട ആയത്താണ്. ഈ രണ്ടായത്തുകളും തൊട്ടടുത്ത ആയത്തുകൾ അവസാനിക്കുന്നത് എങ്ങനെയാണ്? ഉലൈക ഹുമുൽ മുഫ്ലിഹൂൻ, ഉലൈക ഹുമുൽ ഫായിസൂൻ. വിജയത്തെ കുറിച്ച് രണ്ട് വാക്കുകൾ ഉപയോഗിച്ചിരിക്കുന്നു. മുഫ്ലിഹ് എന്ന് പറഞ്ഞാൽ ഒരു കൃഷിക്കാരൻ വിത്തിട്ട് കഠിനാധ്വാനം ചെയ്ത് കൊയ്തെടുക്കുന്ന വിജയമാണ്, പരിശ്രമത്തിലൂടെ നേടുന്ന വിജയം. ഫായിസൂൻ എന്ന് പറഞ്ഞാൽ വലിയ ഒരു പരീക്ഷണത്തിൽ വിജയിച്ച് വലിയ ഒരു സമ്മാനം നേടിയെടുക്കുന്ന നരകമോചനത്തിന്റെ വിജയം. ഫൗസും ഫലാഹും, രണ്ട് വാക്കുകൾ ചേർത്ത് വെച്ച് രണ്ട് ആയത്തുകളിലൂടെ ഒരു വിജയപ്രഖ്യാപനം സത്യവിശ്വാസികളോട് ആഹ്വാനം ചെയ്യുന്നു. റമദാൻ കഴിഞ്ഞു വന്നു നിൽക്കുന്നു. റമദാനിൽ നമ്മൾ ഒരു കപ്പൽ കത്തിച്ചിട്ടുണ്ടാകണം. നമ്മുടെ പഴയ ശീലങ്ങളുടെയും അലസതയുടെയും കപ്പൽ ഇനി തെറ്റുകളിലേക്ക് മടങ്ങില്ല, അല്ലെ? ആ കപ്പലിൽ തിരിച്ചു പോകാൻ കഴിയില്ല. ഇനി ഞങ്ങൾ തെറ്റിലേക്ക് മടങ്ങില്ല എന്ന ഉറച്ച തീരുമാനമാണ് ഈ പെരുന്നാൾ ദിനത്തിൽ നാം പുതുക്കേണ്ടത്. റമദാൻ എന്ന വാക്ക് തന്നെയും കരിച്ചുകളയൽ എന്നാണ്. അതാണ് താരിഖ് ഇബ്നു സിയാദും ചെയ്തിട്ടുള്ളത്. തീ, സ്വർണം, ചെമ്പ്, ഇരുമ്പ്, ഇതൊക്കെ തീ സ്പർശിക്കുമ്പോൾ ഉണ്ടാകുന്ന ഒന്നില്ലേ? ശുദ്ധീകരിച്ചെടുക്കുക, കരിച്ചു കളയുക, തീ തൊടുക. തീ തൊട്ട മുസ്ലിം, തീ തൊട്ട മുഅ്മിൻ, അവൻ പത്തരമാറ്റ് തിളക്കമുള്ളവനായിരിക്കും എന്നതാണ്. അപ്പൊ അള്ളാഹുവിൽ നിന്നുള്ള പ്രതിഫലം മുമ്പിൽ കാണുക, പിന്നിൽ ഉപേക്ഷിച്ച പാപങ്ങളുടെ സമുദ്രം, അതിലേക്ക് ഇനി കടക്കാതിരിക്കുക. അവർക്കാണ് ഫലാഹ്, അവർക്കാണ് ഫൗസ്. ഇതാണ് വിജയത്തിന്റെ അടിസ്ഥാനം. ഇഹലോകത്തും പരലോകത്തും എങ്ങനെ നമുക്ക് വിജയിക്കാൻ കഴിയും? പരലോകത്ത് മാത്രമല്ല, ഇഹലോകത്തും വിജയിക്കണം. റബ്ബനാ ആതിനാ ഫിദ്ദുനിയാ ഹസന, ദുനിയാവിലെ ഹസനത്ത് നേടണം. വഫിൽ ആഖിറതി ഹസന. എങ്ങനെ വിജയിക്കും? ഒരൊറ്റ കാര്യമേ അതിനുള്ളൂ. ഈദിൽ ഏറ്റവും അധികം പറയുന്ന വാചകം അല്ലാഹു അക്ബർ. ആ വാചകം അതാണ് പഠിക്കേണ്ടത്, അതാണ് ഉൾക്കൊള്ളേണ്ടത്. വിജയത്തിന് മുമ്പ് അത് പറയണം, വിജയത്തിന് ശേഷം അത് പ്രയോഗിക്കുകയും വേണം. രണ്ടിനും രണ്ടർത്ഥമാണുള്ളത്. ആ അർത്ഥതലങ്ങളിലേക്ക് പോകണം. അതിന് നമ്മുടെ മുമ്പിൽ ഇപ്പോൾ സമയമില്ല. എന്താണ് അതിന്റെ അർത്ഥം? അതിലൊന്ന്, അല്ലാഹു അക്ബർ, അല്ലാഹുവാണ് ഏറ്റവും വലിയ ശക്തി എന്ന് പറഞ്ഞാൽ ഞാൻ ഒന്നുമല്ല, ഞാൻ ഒന്നുമല്ല. ലോകത്തിലെ ഏറ്റവും അപകടകാരിയായ ശത്രുവിനെ കടപുഴക്കി എറിയുന്ന മുദ്രാവാക്യമാണത്. ഏറ്റവും വലിയ ശത്രു എന്താണ്? അഹങ്കാരമാണ്. ലോകത്ത് അള്ളാഹിന്റെ ഓപ്പോസിറ്റ് നിൽക്കുന്നത് എന്താണ്? ഞാൻ എന്ന ഭാവമാണ്, അഹങ്കാരമാണ്. ഏറ്റവും അപകടം, സകല കുഴപ്പങ്ങളുടെയും അടിസ്ഥാനം ഈ അഹങ്കാരമാണ്, ഞാൻ എന്ന ഭാവമാണ്. ഇബ്ലീസ് അനാ ഖൈറും മിൻഹു. ഇത് വീട്ടിൽ പ്രശ്നമാണ്, കുടുംബത്തിൽ പ്രശ്നമാണ്. ഞാൻ എന്ന ഭാവം വന്നാൽ ഇണകൾ ഇല്ലാതാകും. പിന്നെ ഭാര്യയും ഭർത്താവും ഡോമിനേഷന് വേണ്ടി, മേധാവിത്വത്തിന് വേണ്ടിയുള്ള അടി, കുടുംബം തകരും. സ്ഥാപനങ്ങളിൽ ഞാൻ എന്ന ഭാവം വന്നാൽ ടീം വർക്ക് ഇല്ലാതാകും. സംഘടനയിൽ അത് സംഘടനയുടെ ഏറ്റവും ചെറിയ യൂണിറ്റ് മുതൽ അത് അന്തർദേശീയ തലം വരെ ഞാൻ എന്ന ഭാവം ഒരാൾക്ക് കടന്നു വന്നാൽ സംഘടന ശിഥിലമാകും, പാർട്ടി ശിഥിലമാകും. ഞാൻ എന്ന ഭാവം, ഞാനാണല്ല, ഞാൻ എല്ലാത്തിനും മുകളിലാണ് എന്ന തോന്നൽ ഒരു പാർട്ടി പ്രവർത്തകനുണ്ടായാൽ, ഒരു രാഷ്ട്രീയ നേതാവിനുണ്ടായാൽ അത് രാജ്യത്തെ, പാർട്ടിയെ, ജനങ്ങളെ പ്രതിസന്ധിയിലാക്കും. അതെങ്ങനെ എന്ന് കണ്ടറിയുന്ന നാളുകളാണ് നമ്മുടെ മുമ്പിലുള്ളത്. അത് സമുദായങ്ങളെ പ്രതിസന്ധിയിലാക്കും. ജാതി, വംശം, രാഷ്ട്രം, ലോകം. ഇന്ന് എന്താ പ്രശ്നം? ഞാനാണ് ലോക പോലീസ്, ഞാൻ. അതാണ് ലോകത്തെ കുഴപ്പം. അതാണ് പിഞ്ചുമക്കളെ കൊന്നെടുക്കുന്നത്. നമ്മുടെ വീട്ടിലെ കുട്ടികളെ ചൈൽഡ്ഹുഡ് ട്രോമകളിലേക്ക് തള്ളിവിടുന്നതും, നമ്മുടെ ലോകതലത്തിൽ, അന്തർദേശീയ തലത്തിൽ പിഞ്ചുമക്കളെ സ്കൂളിൽ ബോംബിട്ട് കൊല്ലുന്നതും ഒരേ ഒരു വികാരമാണ്, ഞാൻ എന്ന ഭാവം. ഇത് അപകടകരമാണ്. അതില്ലാതാക്കാൻ അല്ലാഹു അക്ബർ. ഞാനല്ല, അള്ളയാണ് വലുത്. വിനയമില്ലെങ്കിൽ ഇബാദത്തില്ലാതാകും, ഇണകളില്ലാതാകും, ടീം വർക്ക് ഇല്ലാതാകും. അങ്ങനെ ഇബ്ലീസിനെ ചങ്ങലക്കിട്ടു. അതിന്റെ അർത്ഥം എന്താ? ഞാൻ എന്ന ഭാവത്തെ കൂടി ചങ്ങലക്കിടാൻ കഴിയണം എന്നാണ്. അവനവന്റെ ഉള്ളിലെ ഇബ്ലീസിനെ തോൽപ്പിക്കാനാവണം. രണ്ടാമത് അല്ലാഹു അക്ബർ എന്നതിന്റെ അർത്ഥം അല്ലാഹു വലിയവനാണ്. അല്ലാഹു വലിയവനാണ്. അവന്റെ ഗുണങ്ങൾ അത്രയും എനിക്കും സ്വീകരിക്കാം. എനിക്ക് മനുഷ്യൻ എന്ന അർത്ഥത്തിൽ സ്വീകരിക്കാവുന്നത് ഏതൊക്കെ? ഏറ്റവും വലിയ അല്ലാഹു, ഏറ്റവും വലിയ കാരുണ്യവാൻ, വിശാലതയുള്ളവൻ, വിട്ടുവീഴ്ചയുള്ളവൻ, പൊറുക്കുന്നവൻ. ഏറ്റവും വലിയ അള്ളാഹ് എല്ലാവർക്കും പുറത്തു കൊടുക്കുന്നു. ഞാനോ? ഞാനും മനുഷ്യർക്ക് പുറത്തു കൊടുക്കണം. അസൂയ, പക, വെറുപ്പ്, ദേഷ്യം, പിണക്കം, വിശാലനാണ് അല്ലാഹു. ഇതൊന്നും അവിടെ ഉണ്ടാവില്ല. അപ്പൊ നമുക്കുണ്ടാവാൻ പാടില്ല. മനസ്സ് ശുദ്ധമാക്കണം. റമദാൻ പൊറുക്കലിന്റെ മാസമാണ്. തെറ്റ് ചെയ്തവർ തൗബ ചെയ്ത് അല്ലാഹുവിലേക്ക് എത്തുന്ന അള്ളാഹ്ക്ക് ഇഷ്ടമാണ്. നമ്മളോട് തെറ്റ് ചെയ്തവർ നമ്മളടുത്തേക്ക് വരുന്നത് നമുക്ക് ഇഷ്ടമാണോ? അള്ളാഹ് പുറത്തു തരണമെന്ന് പ്രാർത്ഥിക്കുന്നു. നമ്മളോട് തെറ്റ് ചെയ്ത ഭർത്താവിന്, ഭാര്യക്ക്, അയൽവാസിക്ക്, സുഹൃത്തിന്, സഹപ്രവർത്തകന് പുറത്തു കൊടുക്കാൻ നമുക്ക് കഴിയുന്നുണ്ടോ? നമ്മോട് തെറ്റ് ചെയ്തവർ നമ്മുടെ അടുത്ത് വന്നാൽ പുറത്തു കൊടുക്കാൻ പറ്റണം. പിണക്കങ്ങൾ ഇല്ലാതാകണം, വഴക്കുകൾ ഇല്ലാതാകണം. പാപം ചെയ്ത് 11 മാസം ജീവിച്ചവനോട് അള്ളാഹ്ക്കൊരു പിണക്കമില്ല. തൗബ ചെയ്ത് വന്നാൽ
അപ്പൊ ഈദ്ഗാഹ് കഴിഞ്ഞാൽ വീടുകളിലേക്ക് പോകണം, പിണക്കങ്ങൾ തീർക്കണം, വിശാലത കാണിക്കണം, വിട്ടുവീഴ്ച ചെയ്യണം, എതിരഭിപ്രായങ്ങൾ ഉള്ളവരെ പോലും ഉൾക്കൊള്ളാൻ കഴിയണം. ഈ ശേഷി നമുക്കുണ്ടോ? അതുണ്ടോ? അതുണ്ടെങ്കിൽ നമ്മൾ ഇങ്ങനെയാവോ? നമ്മുടെ കുടുംബങ്ങൾ ഇങ്ങനെയാവോ? നമ്മുടെ സംഘടനകൾ ഇങ്ങനെയാവോ? കഴിഞ്ഞ മാസങ്ങളിൽ നമ്മൾ കണ്ടു സംഘടനകളുടെ മത്സരങ്ങൾ, സമ്മേളനങ്ങളുടെ മത്സരങ്ങൾ. മുമ്പൊക്കെ പണ്ഡിതന്മാര് പറയും, എന്ത് ഫത്വ കൊടുത്താലും അല്ലാഹു അഅലം, ഹാദാ മാ വഹറ ലി, ഇതാണ് എനിക്ക് മനസ്സിലായത്. നിങ്ങൾ ആ പണ്ഡിതനോട് കൂടെ ചോദിച്ചേക്ക്. ഇന്ന് അങ്ങനെയാണോ? അല്ല. എന്തുകൊണ്ട്? വിശാലതയില്ല. അല്ലാഹു ആവട്ടെ വാസിഉൻ അലീം. ഈ ഗുണങ്ങൾ നമ്മൾ എടുത്തണിയണം എന്നതാണ്. ഇതിൽ അഭിപ്രായമുള്ളവനെയും ഉൾക്കൊള്ളാൻ നമുക്ക് സാധിക്കണം. അപ്പോ അങ്ങനെ നമ്മുടെ ജീവിതത്തിലെ ഇത്തരം മലിന വികാരങ്ങൾ മനസ്സിനെടുത്ത് കളയണം എന്നതാണ്. മൂന്നാമത്തെ കാര്യം അല്ലാഹു അക്ബർ. അല്ലാഹു അക്ബറിന്റെ മൂന്നാമത്തെ അർത്ഥഫലം, അല്ലാഹു മനസ്സിൽ നിറഞ്ഞാൽ അല്ലാഹു ഏറ്റവും വലുത്. അതിനർത്ഥം എന്റെ വീട് ചെറുതാ, എന്റെ വണ്ടി ചെറുതാ, എന്റെ ജോലി ചെറുതാ, എന്റെ ദുനിയാവിലെ വിഭവങ്ങൾ നിസ്സാരമാണ്. അല്ലാഹു അക്ബർ. അല്ലാഹു മനസ്സിൽ നിറഞ്ഞാൽ ദുനിയാവ് നിസ്സാരമാകും. മനുഷ്യനെ നശിപ്പിക്കുന്നത് ദുനിയാവിനോടുള്ള മോഹമാണ്, സമ്പത്തിനോടുള്ള, സുഖങ്ങളോടുള്ള മോഹം. അത് കെട്ടിപ്പിടിച്ചിരിക്കും, ദീന് മറന്നുപോകും, അല്ലാഹുവിന് പകരം പലരെയും വരമേൽപ്പിക്കും. അല്ലെ? ദുനിയാവിനോടുള്ള മോഹം വിടാൻ പറ്റുന്നില്ല. സുഖഭോഗങ്ങൾ, സൗകര്യങ്ങൾ, അത് നഷ്ടപ്പെടും. എന്റെ അധികാരം നഷ്ടപ്പെടും. ജനങ്ങൾ ഇളകാൻ പാടില്ല. അപ്പോ ഞാൻ അല്ലാഹുവിനേക്കാൾ വലുതായിട്ട് മറ്റു പലതിനെയും കാണുന്നു. അതുകൊണ്ട് എന്റെ സമുദായത്തെ കാക്കാൻ, എന്റെ രാജ്യത്തെ കാക്കാൻ ഞാൻ വലിയ വലിയ രാജ്യങ്ങളെ വിലക്കെടുത്ത് കൊണ്ടുവന്ന് അവരുടെ പട്ടാള ബേസുകൾ സ്ഥാപിക്കുന്നു. അല്ലാഹുവല്ല തവക്കുൽ, അല്ലാഹുവല്ല വിശ്വാസം. പിന്നെയോ ദുനിയാവിലാണ്, ശത്രുവിലാണ്. അല്ലാഹു അക്ബർ ഉണ്ടോ? നാവിലെ അല്ലാഹു അക്ബർ ഉള്ളൂ, പ്രയോഗത്തിൽ അല്ലാഹു അക്ബർ ഇല്ല. എന്റെ സുരക്ഷ, എന്റെ സമാധാനം അത് അല്ലാഹുവിലാകണം. അല്ലെങ്കിലോ അത് അമേരിക്കയിലായി പോകും. അതുണ്ടാകാൻ പാടില്ല എന്നു കൂടിയാണ് അല്ലാഹു അക്ബർ എന്നതിന്റെ അർത്ഥം. ലോകത്ത് അങ്ങനെ ഒരു വലിയവനുമില്ല അല്ലാഹയല്ലാതെ. ദുനിയാവ് ചെറുതാ, എല്ലാം വിട്ടുപോകും. വിട്ടുപോകാൻ നമ്മൾ റെഡിയാണ്. അതുകൊണ്ടാ ഭക്ഷണം മാറ്റിവെച്ചത്, വെള്ളം മാറ്റിവെച്ചത്, ഉറക്കം മാറ്റിവെച്ചത്, ദീർഘനേരം നിന്ന് നമസ്കരിച്ചത്. അല്ലാഹു അക്ബർ എന്നാൽ അല്ലാഹ് വലിയവനാണ്, മറ്റെല്ലാം ചെറുതാണ്. അതുകൊണ്ട് ഞാൻ ത്യാഗത്തിന് തയ്യാറാണ്. എനിക്ക് പരലോകമാണ് പ്രധാനം, റയ്യാൻ എന്ന കവാടമാണ് പ്രധാനം, സ്വർഗമാണ് പ്രധാനം. അല്ലാഹ് വലുതായാൽ ഭൂമി തന്നെ സ്വർഗമായി മാറുമെന്നാണ്. ഇബ്നു തൈമിയ്യയുടെ പ്രസിദ്ധമായ ഒരു ഉദ്ബോധനമുണ്ട്. ഇന്ന ഫിദ്ദുനിയ ജന്ന വമൻ ലം യദ്ഖുൽഹാ ലം യദ്ഖുൽ ജന്നത്തൽ ആഖിറ. ദുനിയാവിൽ ഒരു സ്വർഗ്ഗമുണ്ട്, ആ സ്വർഗ്ഗത്തിൽ പ്രവേശിക്കാത്തവൻ മൻ ലം യദ്ഖുൽഹാ ലം യദ്ഖുൽ ജന്നത്തൽ ആഖിറ, പരലോകത്തെ സ്വർഗ്ഗത്തിൽ പ്രവേശിക്കില്ല. അദ്ദേഹത്തോട് ചോദിച്ചു, എന്താണ് ദുനിയാവിലെ സ്വർഗ്ഗം? അദ്ദേഹം പറഞ്ഞു, അത് അല്ലാഹുവിനെ അറിയലാണ്, അവനോട് അടുക്കലാണ്. അങ്ങനെ അറിഞ്ഞടുക്കുമ്പോൾ ഹൃദയത്തിന് ലഭിക്കുന്ന ആനന്ദമാണ്. അതാണ് അല്ലാഹു അക്ബർ എന്ന് പറഞ്ഞാൽ. നാലാമത്തെ കാര്യം അല്ലാഹു അക്ബർ. അല്ലാഹു അക്ബർ എന്ന് നമ്മൾ പ്രഖ്യാപിക്കുമ്പോൾ മനുഷ്യരൊന്നാകും, സത്യവിശ്വാസികൾ ഒന്നാകും. അല്ലാഹ് വലുതായാൽ പിന്നെ മനുഷ്യർക്കിടയിൽ വലിപ്പച്ചെറുപ്പില്ല. ഒരേ ഒരു അല്ലാഹ്, ആ അള്ളാന്റെ സൃഷ്ടികളായ മനുഷ്യരെല്ലാം തുല്യർ, വലിപ്പച്ചെറുപ്പില്ല. ഒരാൾ വലുതാണെന്ന് പറഞ്ഞാൽ ബാക്കിയുള്ളവരൊക്കെയും തുല്യരാണ് എന്നതാണ്. അല്ലാഹു അക്ബർ എന്നത് മനുഷ്യ സമത്വത്തിന്റെ ഏറ്റവും നല്ല മുദ്രാവാക്യമാണ്. ഇങ്ങനെയാണ് താരിഖ് ഇബ്നു സിയാദ് വിമോചനം സാധിച്ചത്. മനുഷ്യർക്കിടയിൽ വലിപ്പ വ്യത്യാസമില്ല, തുല്യരാണ്. അല്ലെ? അതുകൊണ്ട് മനുഷ്യരുടെ വേദന കേട്ടു, അടിച്ചമർത്തപ്പെട്ടവരുടെ വേദന കേട്ടു. അങ്ങനെയാണ് താരിഖ് സ്പെയിനിലേക്ക് വരുന്ന അവിടെ വിമോചിപ്പിക്കുന്നത് എന്ന്. മാത്രമല്ല അല്ലാഹു അക്ബർ എന്ന് പറയുന്നവരെല്ലാം നിങ്ങൾ നോക്കൂ, ആ പള്ളിയിൽ നിന്ന് അല്ലാഹു അക്ബറാ പറയണേ. അതിനർത്ഥം എന്താ? അത് നമ്മുടെ പള്ളിയാണ്, അവർ നമ്മുടെ സഹോദരങ്ങളാണ്. അഭിപ്രായ വ്യത്യാസം ഉണ്ടാകും, പക്ഷെ ഒന്നാണ്, കിബില ഒന്നാണ്, അല്ലാഹ് ഒന്നാണ്, റസൂൽ ഒന്നാണ്. അല്ലാഹു അക്ബർ പറയുന്നവരെല്ലാം ഒന്ന്. ഇസ്ലാമിക സമൂഹത്തെ ഉമ്മത്ത് എന്ന ഏകബോധത്തിലേക്ക് കൊണ്ടുവരും അല്ലാഹു അക്ബർ. ആഫ്രിക്കയിലെ ഒരു കുഗ്രാമത്തിൽ, ബംഗാളിലെ പള്ളിയില്ലാത്ത ഒരു കൂരയിൽ നമസ്കരിക്കുന്നവനും ഇവിടെ ഈദ്ഗാഹിൽ നമസ്കരിക്കുന്നവനും, നല്ല AC റൂമിലിരുന്ന് നമസ്കരിക്കുന്നവനും, ന്യൂയോർക്ക് സിറ്റിയിൽ നമസ്കരിക്കുന്നവനും അല്ലാഹു അക്ബർ. 7 എണ്ണം 5 എണ്ണം. ഉമ്മത്ത് മുസ്ലിമ ഒന്നാണ്, ഒരേ സ്വത്തിൽ നിൽക്കുന്നു. ഇമാം ഒന്ന് പറയുന്നു തക്ബീർ, അത് തന്നെ അമ്മികൾ ആവർത്തിക്കുന്നു. ഒരേ ശരീരം, ഒരേ മനസ്സ്. താരിഖ് ഇബ്നു സിയാദിന്റെ ആ പ്രഭാഷണത്തിൽ ഒരിടത്ത് അദ്ദേഹം പറയുന്നുണ്ട്, ഫകൂനു കഹയ്യത്തി റജുലിൻ വാഹിദിൻ ഫിൽ ഖിതാൽ.
ഈ പോരാട്ടത്തിൽ ഒരൊറ്റ മനുഷ്യനെ പോലെയാകണം നിങ്ങൾ. 10,000 ആളും ഒറ്റ മനുഷ്യനെ പോലെയാകണം. ഇത് മുസ്ലിം ലോകത്തിന്റെ ഐക്യത്തിന്റെ പ്രഖ്യാപനം കൂടിയാണ്. എല്ലാവരും ഒന്ന് പരസ്പരം ശക്തിപ്പെടുത്തും, പരസ്പരം ഒറ്റപ്പെടുത്തില്ല. എന്റെ അയൽവാസി, എന്റെ സഹോദരൻ, എന്റെ സംഘടനയിൽ പെട്ടവൻ എല്ലാം ഒന്നാണ്. എന്റെ അയൽവാസി, എന്റെ അയൽ രാജ്യം എന്റെ കൂടപ്പിറപ്പാണ്. എന്റെ അയൽവാസിയുടെ എന്റെ വീട്ടിൽ ഞാനൊരു ശത്രുവിന് അഭയം കൊടുക്കുന്നു, അല്ലെങ്കിൽ താമസിപ്പിക്കുന്നു. മുകളിലത്തെ റൂമിലിരുന്ന് അവൻ എന്റെ അയൽപക്കത്തെ എന്റെ അയൽവാസിയുടെ മക്കളെ കൊല്ലാൻ അവൻ ഉണ്ടകൾ ഉപയോഗിക്കുന്നുവെങ്കിൽ എന്റെ അല്ലാഹു അക്ബറിന് എന്തർത്ഥമാണുള്ളത്? അവനും ഞാനും ഒരേ അല്ലാഹു അക്ബർ പറയുമ്പോൾ ഞാൻ ശത്രുവിന് താവളം ഒരുക്കിക്കൊടുത്ത് എന്റെ ദീനിന്റെ ഭാഗമായ, എന്റെ ഉമ്മത്തിന്റെ ഭാഗമായ എന്റെ സഹോദരങ്ങളുടെ മക്കളെ കൊല്ലാൻ ആയുധമയക്കാൻ എന്റെ മണ്ണ് വിട്ടുകൊടുക്കുമ്പോൾ അവിടെ അല്ലാഹു അക്ബറിന് അർത്ഥമില്ല. ഒരേ അല്ലാഹ്, ഒരേ റസൂൽ, ഒരേ ഖുർആൻ, ഒരേ ഖിബ്ല, അതിനർത്ഥമില്ല. നിങ്ങൾ നോക്കൂ, ഇതാണ് മുസ്ലിം ലോകത്ത് സംഭവിക്കുന്നത്. പരസ്പരം തമ്മിലടിക്കുന്ന പ്രവർത്തകർ, ഒരു സംഘടനയിൽ തമ്മിലടിക്കുന്നവർ, ഭിന്നിച്ചു നിൽക്കുന്നവർ, പാരവെക്കാൻ ശ്രമിക്കുന്നവർ, വിദ്വേഷത്തോടെ മാറി നിൽക്കുന്നവർ, സംഘടനകൾ തമ്മിലടിക്കുന്നവർ, രാഷ്ട്രങ്ങൾ തമ്മിലടിക്കുന്നവർ. ഇതിനർത്ഥം അല്ലാഹു അക്ബറിന്റെ ആശയം ഉൾക്കൊണ്ടിട്ടില്ലെന്നാണ്. അല്ലാഹു അക്ബർ ഒന്നാക്കി മാറ്റിയാൽ മാത്രമേ ഉൾക്കൊള്ളൂ. താരിഖ് ബിൻ സിയാദ് പറഞ്ഞ പോലെ ഇതല്ലേ സത്യവിശ്വാസികളുടെ പ്രത്യേകതയായി പറഞ്ഞത്. 5ാമത്തെ കാര്യം, അവസാനത്തെ കാര്യം, അല്ലാഹു അക്ബർ പ്രത്യാശയുടെ സന്ദേശമാണ്. അല്ലാഹുവിന്റെ നീതി ലോകത്ത് പുലരും. അല്ലാഹുവിനേക്കാൾ വലുതാരുമില്ല എന്നതാണ്. നിങ്ങൾ നോക്കൂ, സ്പെയിനിലെ ഒരു ചെറിയ പ്രവിശ്യയുടെ ഭരണാധികാരി ജൂലിയൻ മുസ്ലിം സൈന്യത്തെ ചേടി ചെല്ലുന്നത് ഇസ്ലാം ഉയർത്തിപ്പിടിച്ച നീതി കണ്ടിട്ടാണ്. സമൂഹത്തിന് നീതിയുടെ, കാരുണ്യത്തിന്റെ ലോകം തുറക്കാൻ കഴിയുന്നവരാണ് നമ്മൾ. ഇത് നമ്മൾ മനസ്സിലാക്കണം. അധികാരം കൈയാളുന്നവർ അറിയണം നീതിയിലും കാരുണ്യത്തിലുമാണ്. അധികാരത്തിലേക്ക് മത്സരിക്കുന്നവർ അറിയണം നീതിയിലും കാരുണ്യത്തിലുമാണ് നിങ്ങളുടെ ഭരണം സ്ഥാപിതമാകേണ്ടത്. മുസ്ലിം സമൂഹം അറിയണം ലോകത്ത് നീതിയും കാരുണ്യവും സ്ഥാപിക്കാനുള്ള ഉത്തരവാദിത്തം നമുക്കാണുള്ളത്. ഒരു സ്പെയിൻ വീണ്ടും ലോകത്തുണ്ടാകേണ്ടതുണ്ട്. ലോകത്തിന് അക്രമികൾ വാഴുന്നു, പേടിക്കണ്ട. നമ്മൾ ഒരുമിച്ച് നിന്നാൽ, നമുക്ക് ഈമാനിന്റെ കരുത്തുണ്ടെങ്കിൽ, ഈമാനിന്റെ കരുത്തുണ്ടോ വിജയിക്കും. അവിടെ മത്സര്യം പിന്നെ പാടില്ല, വാശി പാടില്ല, വെറുപ്പ് പാടില്ല. അപ്പൊ ഇന്ന് ലോകത്ത് നടക്കുന്നതോ അത് ചരിത്രത്തിലെ ഒരു നടപടിക്രമമാണ്. സുന്നത്തുള്ള അള്ളാന്റെ നടപടിക്രമമാണ്. സുന്നത്തുള്ള, നമ്മൾ സുന്നത്തു റസൂൽ എന്ന് കേട്ടു, താടി നീട്ടുന്ന, മീശ കത്തിരിക്കുന്ന, വിദ്യ ചെല്ലുന്ന സുന്നത്ത്. പക്ഷെ സുന്നത്തുള്ള അള്ളാന്റെ നടപടിക്രമം നിങ്ങൾ ആലോചിച്ച് നോക്കൂ. ഈജിപ്തിൽ നിന്ന് ബനൂ ഇസ്രായേലിനെ മോചിപ്പിച്ചു. ഏതാനും ദിവസങ്ങൾ സീനാ മരുഭൂമിയിലെത്തി. അള്ളാഹ് രക്ഷിച്ചു കൊണ്ടുവരാം. ഉടൻ അവരെ ശിക്ഷിച്ചു. അള്ളാഹ് രക്ഷിച്ചവരെ തൊട്ടടുത്ത ദിവസങ്ങളിൽ അള്ളാഹ് ശിക്ഷിച്ചു. അള്ളാഹ്ക്കൊരു നടപടിക്രമുണ്ട്. ആ നടപടിക്രമം ലോകത്ത് വരും. ലോകത്തിന്റെ ഭൂപടം മാറ്റിമറിക്കപ്പെടും. ഇസ്രായേൽ അതിന്റെ തെളിവാൻ, ഹിജ്റാത്തിന്റെ തെളിവാൻ, കിബിലാത്തിന്റെ തെളിവാൻ. ഇന്ന് നിൽക്കുന്നതൊന്നും നിങ്ങൾ സുരക്ഷിതമെന്ന് കരുതുന്ന, നിങ്ങൾ സമാധാനമുണ്ട് എന്ന് കരുതുന്ന, അവിടെ നിന്ന് വന്നില്ലെങ്കിൽ അടുപ്പ് പുകയില്ല എന്ന് നിങ്ങൾ വിചാരിക്കുന്നതൊന്നും നിലനിൽക്കാൻ പോകുന്നില്ല. ലോകത്തിന്റെ ഭൂപടം മാറ്റിമറിക്കപ്പെടുക തന്നെ ചെയ്യും. അതിനുള്ള മുന്നൊരുക്കമാണ് ലോകത്ത് നടക്കുന്നത്. ആ ഭൂപടം മാറ്റി വരക്കപ്പെടുമ്പോൾ ദീനിന്റെ കൂടെ നമ്മൾ ഉണ്ടാകണം. അതാണ് തക്ബീർ. തക്ബീർ എന്നത് അല്ലാഹുവിനെ പുകഴ്ത്തൽ മാത്രമല്ല, നമ്മളെ ശരിപ്പെടുത്തൽ കൂടിയാണ്. അല്ലാഹുവിനെ മഹത്വപ്പെടുത്തൽ മാത്രമല്ല, അഹങ്കാരികളുടെ തലമണ്ട അടിച്ചു പൊളിക്കുന്നതിന്റെ പേര് കൂടിയാണ് അല്ലാഹു അക്ബർ. ലൈസ തക്ബീറു മുജറദു സൗത്തിൻ യൻതലിഖു മിനശ് ശഫാ. സഈദ് നൂർസിയുടെ പ്രഖ്യാപനമാണ്. മുസ്ലിങ്ങൾ ചരിത്രത്തിൽ പറഞ്ഞ പോലെ തക്ബീർ പറഞ്ഞിരുന്നെങ്കിൽ ലോകം മാറുമായിരുന്നു. അത് ചുണ്ടിൽ നിന്ന് മുഴങ്ങുന്നതല്ല, ഹൃദയത്തിന്റെ അകത്ത് നിന്ന് വരണം എന്നാണ് പറയുന്നത്. ലോകത്തിന്റെ പല ഭാഗങ്ങളിൽ പ്രയാസം അനുഭവിക്കുന്ന നമ്മുടെ സഹോദരങ്ങൾ തീർച്ചയായും കപ്പലുകൾ കത്തുക തന്നെ ചെയ്യും. പക്ഷെ നമ്മൾ ലക്ഷ്യത്തിൽ ഉറച്ചു നിൽക്കുക. അധമമായ അവസ്ഥ കൊണ്ട് തൃപ്തിപ്പെടരുത്. നിങ്ങൾ ഉയർന്നു പോവുക, നിങ്ങൾ ഉയർന്നു പോവുക. കാലം മാറി വരിക തന്നെ ചെയ്യും എന്ന് ഇഖ്ബാൽ പറഞ്ഞിട്ടുണ്ട്.
തന്റെ തരിശുഭൂമിയെ കുറിച്ച് ഇക്ബാലിനൊരു നിരാശയുമില്ല. അല്പം ഈർപ്പമൊന്ന് തട്ടിയാൽ ഏറ്റവും വലിയ വിളവുകൾ നൽകാൻ ഈ മണ്ണിന് ഫലഭൂയിഷ്ടിയുണ്ട്. ഈ മണ്ണ് മാറും, സാമ്രാജ്യത്വം കടപുഴകേറി നീങ്ങും, ഫാഷിസം തകരും, നമ്മൾ വിജയിക്കും. അങ്ങനെ ഒരു ലോകം വരും. പക്ഷേ ഉപേക്ഷിക്കാൻ തയ്യാറാകണം, ഒഴിവാക്കാൻ തയ്യാറാകണം.